നാം പറഞ്ഞത് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് നാം ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അതിനുള്ള പ്രതിഫലം നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് ചെയ്തിരുന്നു. മനസ്സിലായി? സഹായം എന്തോ ആയിക്കൊള്ളട്ടെ, ചെറുതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം, വലുതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നാളെ അല്ലാഹു തആല നമുക്ക് നൽകും. എന്നാൽ അതോടൊപ്പം തന്നെ നാം കൂട്ടി വായിക്കേണ്ടുന്ന ഒരു വിഷയം കൂടെയുണ്ട്. നാം ആരുടെയും അഭിമാനത്തിന് ക്ഷതം സംഭവിപ്പിക്കരുത്. ആരുടെയും അഭിമാനത്തെ നാം കാരണമായി നശിപ്പിക്കരുത്, അപമാനിക്കരുത്. വിശ്വാസികൾ, അവിശ്വാസികൾ ആരും ആയിക്കൊള്ളട്ടെ, ആരുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല തന്നെ. ഇത് രണ്ടും കൂടി നാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദുനിയാവിലെ ജീവിതം ധന്യമാക്കേണ്ടത്. ഈ സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പോൾ നന്മയുടെ വാക്കുകൾ, നന്മയുടെ പെരുമാറ്റങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ആരുടെയും അഭിമാനം തകർക്കരുത്. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, വലിയ ഒരു വാളുകൊണ്ട് നമ്മൾ വെട്ടൂലേ, അതിനേക്കാളും മുറിവേൽക്കും ഒരു വാക്കുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നാം സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യാം. സഹായിക്കാൻ പറ്റുമോ എങ്കിൽ നാം സഹായം ചെയ്യുക. അതല്ലാതെ ആരെയും മനസ്സുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വേദനയാക്കരുത്. നമ്മുടെ ഇടയിലൊക്കെ സംസാരം കൊണ്ട് ഒരുപാട് വേദനയാക്കുന്നവരുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ, അതല്ലെങ്കിൽ കുടുംബങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ളവർ, ഇല്ലേ, ഇങ്ങനെ പല ജാതി ആളുകളുമായും നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക ആരുമായും നമ്മുടെ വാക്കുകൊണ്ട് വ്യസനിക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല, വേവലാതിപ്പെടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും കൂടി നമ്മുടെ ഈ മനഃശാസ്ത്രത്തിലൂടെ നാം നേടിയെടുക്കേണ്ടതാണ്. ആരെയും കുറ്റപ്പെടുത്താത്ത, മാനം കെടുത്താത്ത, അപമാനിക്കാത്ത നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായി മാറണം. മാനസികമായി തകരാനും അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും വരെ സാധ്യതയുണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ആളായി നാം മാറണം. അതിന് ഒരു മാർഗം എന്നോണമാണ് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി നാം പഠിക്കുന്നത്. 2 ഗ്രീക്ക് വാക്കുകൾ എടുത്തതാണ് ഇത്. ഏത്? സൈക്ക് എന്നാൽ ആത്മാവ് എന്നാണ് സാരം. ലോഗോസ് എന്നാൽ പഠനം എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് മനഃശാസ്ത്രം, സൈക്കോളജി എന്നെല്ലാം പറയപ്പെടുന്നത്. അല്ലാഹു അലം. അപ്പോൾ ഈ ആത്മാവ് എവിടെയാണ്, എന്താണ്, ഇതൊന്നും കൃത്യമായി നമുക്ക് അറിഞ്ഞുകൂടാ. സത്യം അതാവുന്നു. ആത്മാവ് എവിടെയാണ്, അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. കാരണം ഖുർആൻ പറയുന്നു, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂൽ കരീം അവിടുന്ന് പറഞ്ഞതാണ് എന്ത്? റൂഹ് എന്ന് പറയുന്നത് അത് എൻ്റെ അല്ലാഹുവിൻ്റെ, പടച്ച തമ്പുരാൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഇതാണ് റൂഹിനെ പറ്റിയിട്ട് ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് റൂഹ് എന്താണ്, ആത്മാവെന്താണ്, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്നും കാര്യമായി അറിഞ്ഞുകൂടാ എന്നതാണ് അതിൻ്റെ ശരിയായിരിക്കുന്ന വശം. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആത്മാവിൻ്റെ അധികാരം, റൂഹിൻ്റെ അധികാരം അത് അള്ളാഹുവിനുള്ളതാകുന്നു. റൂഹിന് നമ്മൾ പൊതുവെ ആത്മാവ് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് നാം സാധാരണ പറഞ്ഞു വരുന്നത്. ഏതായാലും ഇതിൻ്റെ എല്ലാം അധികാരം ആർക്കാണ്? ഇതിൻ്റെ എല്ലാം അധികാരം ഉടമസ്ഥൻ പടച്ച തമ്പുരാനാകുന്നു. ആ പടച്ച തമ്പുരാന് വേണ്ടിയിട്ടാണ് നാം ഈ ഭൂമി ലോകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ്സും ആ രൂപത്തിലുള്ളതാവണം. ഈ ക്ലാസ്സിലൂടെയും നാം ഉദ്ദേശിക്കുന്നത് പടച്ച തമ്പുരാൻ്റെ പൊരുത്തം മാത്രമാകുന്നു. അതേപോലെ നമ്മുടെ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം കിട്ടിയാൽ അതും വലിയ ഒരു നേട്ടമാണല്ലോ. നമ്മളെ കൊണ്ട് ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് കാര്യമായി നന്മകൾ ചെയ്യുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക, പരമാവധി മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക. ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോക്കുകൊണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സാമ്പത്തികമായി ഉള്ളവരാണെങ്കിൽ എങ്ങനെ ആയാലും തരക്കേടില്ല. മറ്റുള്ളവർക്ക് നല്ല രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും നല്ല ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ നല്ല ആളുകളാക്കി മാറ്റാൻ നാം ഉദ്ദേശിക്കേണ്ടതുണ്ട്, നാം തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് നല്ല ഒരു രീതിയിലാവണം. അതിന് അല്ലാഹു പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.